ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? ഇന്നത്തെ വീഡിയോ കുറച്ച് ഹെൽത്തിയും കൂടി ഉള്ളതാണ് കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തയക്കാൻ പറ്റുന്നതാണ്. ഇലക്കറികളൊന്നും കഴിക്കാത്ത മക്കളെ പറ്റിക്കാൻ പറ്റിയൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ മുഴുവനായിട്ടൊന്ന് കണ്ടോളൂ കേട്ടോ. നമ്മൾ മുരിങ്ങയില വെച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. ഒന്നല്ല രണ്ടല്ല 3 വിഭവങ്ങളാണ് ഇന്ന് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ നിങ്ങളിത് ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്ര പോരം കുറച്ച് ഒരു 2-3 തണ്ട് മുരിങ്ങയില വേണം നമുക്ക്. അപ്പോൾ മുരിങ്ങയില ഇതുപോലെ ഉരിഞ്ഞെടുക്കണം കേട്ടോ. ഇനി പൊരിയ അറിയാത്തവരാണെങ്കിൽ ഇതുപോലെ അതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ അങ്ങോട്ട് ഉരിഞ്ഞെടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ഉരിഞ്ഞെടുത്താൽ മതി. അല്ലാതെ ഓരോ ഇലകളായിട്ടൊന്നും നമ്മൾ ഉരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ഓരോ ഇലകളായിട്ട് പറക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ അങ്ങോട്ട് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു പിടി മുരിങ്ങയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 മുളക്, എരിവിന് ആവശ്യത്തിനുള്ള മുളക് എടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല എരിവുള്ള മുളകായ കാരണം 3 മുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ 2 ചെറുള്ളി. ഇത് വലിയ ഉള്ളി ആയതുകൊണ്ടാണ്, ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 3-4 എടുത്തോളൂ കേട്ടോ. ഇനി വേണ്ടത് കുറച്ച് പുളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പുളി ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ പുളി കൂടുതൽ ഇട്ടോളൂ. അപ്പോൾ കുറച്ച് പുളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കില്ലേ, അപ്പോൾ അതുപോലെ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് മുന്നേ അരക്കണത് മുളകൊക്കെ നരഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒരു 2-3 കറക്കിയെടുത്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെച്ചോളാം. ലൈക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോളാം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അത് കമൻറ്റിൽ പറയാം. അതുപോലെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടെങ്കിലും അതൊന്ന് പറഞ്ഞു തരണേ. മുരിങ്ങയിലൊക്കെ കഴുകിയ വെള്ളമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചമ്മന്തി അരച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി ഇതുപോലെ ഒന്ന് അരഞ്ഞെടുത്താൽ മതി കേട്ടോ. ഉള്ളിയൊന്നും ശരിക്കും അരഞ്ഞിട്ടില്ല. ഇനി നമുക്ക് മുരിങ്ങയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാണ്ട്. അപ്പോൾ മുരിങ്ങയില ഇതിലേക്ക് ഒരുമിച്ചിടാത്തത് അപ്പോൾ നന്നായി അരഞ്ഞു പോവും. അതുകൊണ്ടാണ് മുരിങ്ങയില നന്നായി അരയേണ്ട. നമുക്കൊരുവിധം അങ്ങോട്ട് അരഞ്ഞ് കിട്ടിയാൽ മതി. നമുക്ക് നല്ല അതിൽ ഒരു പച്ച കളറായിട്ട് കാണും വേണം. അപ്പം മുരിങ്ങയില 2 കറക്കിലാണ് കറക്ക്. അപ്പോൾ ചമ്മന്തി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചമ്മന്തി ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല, ഇതിനി ശരിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ? പച്ചയും ചുവപ്പും എല്ലാ കളറും കൂടി ആയ പോലെയാണ്. നല്ല രസമാണ് കേട്ടോ ഈ ചമ്മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഉമ്മ സ്ഥിരമായിട്ട് ഉണ്ടാക്കി തന്നിരുന്നതാണ്. മുരിങ്ങയിലൊന്നും അന്ന് ഇഷ്ടമുണ്ടായിരുന്നില്ല കഴിക്കാൻ. അന്ന് അതിൻ്റെ ഗുണങ്ങൾ അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കുട്ടികളെ എങ്ങനെയൊക്കെ ഒന്ന് കഴിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മ ഓരോരോ സൂത്രങ്ങൾ ചെയ്തിട്ടാണ് കേട്ടോ ചോറാക്കി തരാറുള്ളത്. തറവാട്ടിലാണെങ്കിൽ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഫുള്ള് കൃഷികളായിരുന്നു. അപ്പോൾ അവിടെ ഒരുവിധം അന്നൊന്നും പുറത്തുനിന്ന് അങ്ങനെ സാധനങ്ങൾ മേടിക്കേണ്ട ആവശ്യം വരില്ല. പച്ചക്കറികളായാലും എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസം പ്രത്യേകിച്ച് ഓരോന്നായിട്ട് ഉണ്ടാക്കി തരിക. പിന്നെ കോഴികളുള്ള കാരണം കോഴിമുട്ടയും വീട്ടിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു കാലമല്ലേ. അപ്പോൾ നമുക്ക് ഈ കുറച്ച് ചമ്മന്തി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലാണ് ഒരു മുട്ടയിലേക്ക് ആവുള്ളൂ. ഇനി ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കും അടുപ്പിൽ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കി തന്നിരുന്നത്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കൂടുതലും ഇരുമ്പിൻ്റെ ചട്ടി തന്നെ വെക്കാൻ നോക്കും കേട്ടോ. നമുക്ക് ആ രുചി കിട്ടാൻ വേണ്ടിയിട്ട്. എവിടുന്ന് കിട്ടാനല്ലേ, അവരൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അതൊരു പ്രത്യേകതയാണ്. എന്നാലും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക അല്ലേ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, വേറെ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ആ നാടൻ രുചി കിട്ടണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ തന്നെ വേണം. അതും ആട്ടിയ വെളിച്ചെണ്ണ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട അല്ലേ. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ നല്ല മണം വരും. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായപ്പോൾ കുറച്ച് പകുതി മുട്ടയുടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 3 തരാണ് കാണിച്ച് തരുന്നതെന്ന്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ചിക്കി പിടിക്കാം. കുറച്ച് മുട്ട ഒഴിച്ച് കൊടുത്ത് കുറച്ച് നേരം അങ്ങനെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതുപോലെ അങ്ങോട്ട് ചിക്കി പൊരിക്കുകയാണെങ്കിൽ നമുക്ക് ചമ്മന്തി മുട്ട ചിക്കി പിടിച്ചത് റെഡി ആയിട്ടാണ്. മുരിങ്ങയില ചമ്മന്തി മുട്ട. അപ്പോൾ ഇത് സ്കൂൾക്കൊക്കെ കൊടുത്തേക്കാണെങ്കിൽ മക്കൾ കഴിച്ചോളും. മക്കൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ മുരിങ്ങയില അങ്ങനെ കാണുമ്പോഴാണ് അവർക്ക് കഴിക്കാനൊരു മടി. ഇവിടെ എൻ്റെ മോനെ കൊണ്ടൊക്കെ ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ കഴിപ്പിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ മുട്ട ചിക്കി പൊരിച്ചത് റെഡിയായി. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്കൂൾക്ക് കൊടുത്തേക്കാണെങ്കിൽ വേറെ ഒന്നും കറിയുടെ ആവശ്യമില്ല കേട്ടോ. ഇനി വേണമെങ്കിൽ തരി അച്ചാറ് അങ്ങനെ എന്തെങ്കിലും കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ കഴിക്കണ മക്കളാണെങ്കിൽ ഇതങ്ങോട്ട് കൂട്ടിയിട്ട് ചോറുണ്ടോളും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എല്ലാതും ഉണ്ടല്ലോ. മുരിങ്ങയില ഉണ്ട്, മുട്ട ഉണ്ട്. അത് കാരണം നമുക്കൊരു സമാധാനമാണ്. നാളികേരം കൂടി ഇടുന്ന കാരണം ഇതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്ന് ഈ ഒരു മുട്ട ചിക്കി പൊരിച്ചത് ഉണ്ടാക്കി നോക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതും കൂടി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അടുത്തതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് കുറച്ച് ചമ്മന്തി അരക്കേണ്ട ആവശ്യമല്ലല്ലോ. അതേ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മറിച്ചിടാനൊക്കെ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ പഴയ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുമ്പിൻ്റെ ഒരു പാത്രം തന്നെ എടുത്തേക്കണത്. ഇനി അതിലേക്ക് ബാക്കിയുള്ള മുട്ടയും കൂടി ഒഴിച്ച് കൊടുക്കുക. മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് കുറച്ച് അങ്ങോട്ട് ഇതാക്കി, അല്ലെങ്കിൽ നടുവേവും നടുവേവില്ല, സൈഡുകൾ വേവും. അപ്പോൾ അത് കാരണമാണ് ആ നടുവിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറ്റി കൊടുക്കണത്.
ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സിമ്മിൽ വെച്ച് കൊടുത്താൽ മതി. ആ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വെന്ത് വരട്ടെ, അല്ലെങ്കിൽ അടി കരിയും ഉള്ളു വേവില്ല. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ മറിച്ചിരുന്നത് അങ്ങോട്ട് ശരിയായില്ല, കണ്ടില്ലേ? ഇതുപോലെ ആയി. എന്നാലും കുഴപ്പമില്ല. ആ ഭാഗം നമുക്കിങ്ങനെ പതുക്കനെ ശരിയാക്കി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഭാഗം കൂടി മുരിഞ്ഞ് വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഈ 2 തരം ഉണ്ടാക്കുന്നത്, അനിയത്തിക്ക് ചിക്കി പൊരിച്ചതാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് ഇങ്ങനെ പൊരിച്ചതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ 2 തരത്തിൽ ഉമ്മ ഉണ്ടാക്കി തരാറുണ്ട്. അപ്പോൾ നമുക്ക് മക്കൾക്ക് ഏത് തരത്തിലാണോ ഇഷ്ടം അതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ മക്കൾക്കുള്ളത് കഴിഞ്ഞ് ഇനി നമ്മൾ വലിയവർക്കുള്ളതാണ് കേട്ടോ. അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിച്ച് കൊടുക്കുക. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ഉണക്കമുളക് അതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഈ ഉണക്കമുളകൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു ചമ്മന്തിയിൽ. എന്നാലും നമുക്ക് കഴിക്കുന്ന സമയത്ത് ഒക്കെ തിരുമ്പിയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. ഇനി ആവശ്യത്തിലുള്ള കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് പൊട്ടി വരട്ടെ. എന്തായാലും കർക്കിടക മാസമൊക്കെ വരില്ലേ, അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ എന്തായാലും ഈ മുരിങ്ങയില ചമ്മന്തി ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കി നോക്കട്ടെ. അടിപൊളിയാണ്. നമുക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് കഴിച്ച് നോക്കി നോക്കൂട്ടോ. അപ്പോൾ ആ കടുകും പിന്നെ മുളകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച ചമ്മന്തി ഉണ്ടല്ലോ, നമ്മൾ മുന്നേ അരച്ച കുറച്ച് മാറ്റി വെച്ച ചമ്മന്തി, ആ ചമ്മന്തി ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു മുരിങ്ങയിലയും നാളികേരമൊക്കെ ഒന്ന് മുരിഞ്ഞ് വരണം. നന്നായി മുരിഞ്ഞ് വരുമെന്ന് വേണ്ട, നമ്മളിത് കുറേ ദിവസം എടുത്ത് വെക്കാനൊന്നല്ല. ആ മുരിങ്ങയിലൊന്ന് വെന്ത് വരണം, അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ ഇത് 2 രീതിക്ക് നമ്മൾ മുരിങ്ങയില ചമ്മന്തി ഉണ്ടാക്കിയെടുക്കും കേട്ടോ. ഒന്ന് ആദ്യം മുരിങ്ങയില വേവിച്ചിട്ട് ഇതുപോലെ മിക്സിയിലിട്ടിട്ട് നമ്മൾ അരച്ചെടുക്കും. ഇതിനാകുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് പിന്നെ അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കല്ലേ, ആ നാളികേരമൊക്കെ ഇതിൽ കിടന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരും. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് 4 മണിക്കൊക്കെ കുത്തിരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കണവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ നല്ലതാണ്. നല്ല രസമാണ് കേട്ടോ. അന്നൊക്കെ ഈ തറവാട്ടിൽ കൊയ്യാനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഈ കൊയ്യാൻ വരുന്ന ആൾക്കാർക്കൊക്കെ ഉമ്മ ഉണ്ടാക്കി കൊടുത്തിരുന്നൊരു ചമ്മന്തിയാണ്. അതിപ്പോൾ എന്തായാലും പണ്ടത്തെ രുചിയുടെ അത്ര ഒന്നും നോക്കില്ല, നമ്മളിപ്പോൾ എന്തുണ്ടാക്കിയെടുത്താലും. ഇതിനൊക്കെ ഒരു പ്രത്യേക രസമാണല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കർക്കിടക മാസമൊക്കെ വരില്ല, അപ്പോൾ അതിൻ്റെ മുന്നേ എന്തായാലും നിങ്ങൾ ഈ ഒരു മുരിങ്ങയില ചമ്മന്തിയും മുരിങ്ങയില ഓംലേറ്റും അതുപോലെ ചിക്കി പൊരിച്ചതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കും കേട്ടോ. അതുപോലെ നമ്മളെ മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തയക്കാനും പറ്റുന്നതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് പറയണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണം കേട്ടോ. ഇതിൽ കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞു തന്നാലാണ് എനിക്ക് പുതിയ വീഡിയോ ഇടുമ്പോൾ അത് മാറ്റിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം നല്ലതിൻ്റെ കൂടെ അതിൻ്റെ പോരായ്മകളുണ്ടെങ്കിൽ അതും കൂടി എനിക്കൊന്ന് പറഞ്ഞു തരണേ. അപ്പോൾ അത് നമ്മുടെ ചമ്മന്തിയൊക്കെ ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കളറൊന്ന് മാറി വന്നാൽ മതി. മുരിങ്ങയില വേവണ സമയം നമുക്ക് അറിയാം, 1-2 മിനിറ്റ് മതി. അതിൻ്റെ ഉള്ളിൽ തന്നെ മുരിങ്ങയില നന്നായി വെന്ത് വരും. അപ്പോൾ അത് പിന്നെ ചൂടായ ചട്ടിയായ കാരണം പെട്ടെന്ന് ആവുകയും ചെയ്യുമല്ലോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അത് കഴിക്കാനും അതിലേറെ രുചിയാണ്. ഈ മുട്ട പൊരിച്ചത് മുട്ട ചിക്കി പൊരിച്ചത് നമുക്ക് ചോറിലേക്ക് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് 4 മണിക്ക് ചായക്ക് അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴൊക്കെ ചോറിൻ്റെ പകരമൊക്കെ ആയിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.